ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്ന മക്കൾക്കുള്ളതാണ്. എല്ലാവരും പോലെ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി, നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി എത്രയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഓർത്തിരിക്കാനുള്ള കഴിവ് എൻ്റെ തലച്ചോറിനില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വെച്ചേക്കുവാണ്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിൻ്റെ കപ്പാസിറ്റി. 2500 ടെറാബൈറ്റാണ് നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 300 വർഷം ഒരു ടെലിവിഷനിൽ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കണ്ടന്റ്, അത്രയും കണ്ടന്റ് സേവ് ചെയ്യാൻ പറ്റുന്ന അത്ര മെമ്മറി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തതല്ല നിങ്ങളുടെ പ്രശ്നം. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. രണ്ടാമത് നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ കൊച്ചല്ലേ, എൻ്റെ തലച്ചോറ് അത്രയ്ക്ക് വളർച്ച പ്രാപിച്ചിട്ടില്ല, ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയും ചിന്തിക്കാൻ വരട്ടെ. നിങ്ങളുടെ തലച്ചോറിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ 5 വയസ്സിനുള്ളിൽ തന്നെ മുതിർന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൻ്റെ 90% വളർച്ചയും നിങ്ങൾ 5 വയസ്സുകൊണ്ട് നേടിയിരിക്കും. അപ്പോൾ തലച്ചോറിന് വളർച്ചയില്ലായ്മ അല്ല നിങ്ങളുടെ പ്രശ്നം, അല്ലേ? അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ജനിക്കുമ്പോൾ തൊട്ട് 3 വയസ്സിനുള്ളിൽ തന്നെ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റും ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ തലച്ചോറിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുതിർന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റ് എന്താണെന്നറിയോ? ഒരു പുതിയതായിട്ട് കേൾക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അത് നിങ്ങളുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും 2 മുതൽ 3 ഇരട്ടി വേഗത നിങ്ങൾക്കുണ്ട് മുതിർന്നവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾ കുട്ടികളായിട്ടിരിക്കുന്നതല്ലേ നല്ലത് കാര്യങ്ങൾ പഠിക്കാൻ. മുതിർന്നവരെക്കാൾ 2 മുതൽ 3 ഇരട്ടി. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരു പുതിയൊരു കാര്യം പഠിച്ച് അത് ഞങ്ങളുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യാൻ 3 മണിക്കൂർ എടുക്കുമ്പോൾ, 3 മണിക്കൂർ എടുക്കുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ വെറും 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യും, മനസ്സിലാക്കുകയും അത് സ്റ്റോർ ചെയ്യാനുമുള്ള കപ്പാസിറ്റി നിങ്ങളുടെ തലച്ചോറിനുണ്ടെന്ന്. അപ്പോൾ ആരാണ് മിടുക്കന്മാർ? ഞങ്ങൾ 3 മാസം കൊണ്ട് തീർക്കുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് 1 മാസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റും. അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടത്രേ എന്നാണ് ശാസ്ത്രം പറയുന്നത്, പ്രൂവൺ സയൻസ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവില്ലായ്മയല്ല, കുറച്ചുകൂടെ ഞാൻ വലുതാകുമ്പോൾ ഞാൻ പഠിക്കും എന്നുള്ളതല്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. കുറച്ചുകൂടെ വലുതാകുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു സ്പീഡ്, അഡൽട്ട് ആകുമ്പോഴത്തേക്കും സ്പീഡ് കുറയാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളിങ്ങനെ ഇപ്പം 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ ഈ നഴ്സറി, LKG, UKG 1, 2, 3, 4, 5 വരെയൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് ബുക്കിലെ ലാംഗ്വേജുകളും അതുപോലെ പ്രോബ്ലങ്ങളും ഒക്കെ കുറച്ച് എന്താ പറയുക, സിമ്പിളാണ്. പക്ഷെ നിങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴത്തേക്കിന് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ വിചാരിക്കും, ദൈവമേ 5ാം ക്ലാസ് വരെ ഈസി ആയിരുന്നു, 6ാം ക്ലാസ്സിലാകുമ്പോഴത്തേക്കും ഇത്രയും പെട്ടെന്ന് ചേഞ്ച് ഉണ്ടായി, ഞങ്ങൾ ഇതെങ്ങനെ പഠിക്കും എന്നുള്ളത്. 6ാം ക്ലാസ്സിലാകുമ്പോഴത്തേക്കിനും നിങ്ങളുടെ വയസ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 11 വയസ്സ്, 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? 5ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കാണ് 10 വയസ്സ്. 10 മുതൽ 15 വയസ്സിനുള്ള ഇടയിലുള്ള ഈ ചൈൽഡ്ഹുഡ് പീരീഡ് ഉണ്ടല്ലോ, 10 മുതൽ 15 വയസ്സ് വരെയുള്ള ഈ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത്, ആ സമയത്താണ് നമ്മുടെ റീസണിങ് എബിലിറ്റിയും ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും ഇമോഷണൽ കൺട്രോളും ഒക്കെ കൂടുതലായിട്ടും വർദ്ധിച്ചു വരുന്ന ഒരു സമയം. ഏറ്റവും കൂടുതൽ നന്നായിട്ട് അത് വർക്ക് ചെയ്യുന്ന സമയമാണ്, അല്ലെങ്കിൽ അതൊരു മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ 10 to 15 വയസ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു സാഹചര്യത്തിൽ കുറേ ആൾക്കാർ കൂടി ഇരുന്നിട്ട് ഇതങ്ങ് പഠിക്കാൻ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെയും നിങ്ങൾക്ക് അത് ഓർത്തു വയ്ക്കാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രേഡിലേക്കുമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്നത്.
പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡിക്ക് ശേഷമാണ്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഏജിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഓർത്തു വെക്കാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ആ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നിങ്ങളുടെ വെറും തോന്നലാണ്. അപ്പോൾ ഈ തോന്നലുകളൊക്കെയാണ് ആദ്യമായിട്ട് നിങ്ങൾ മാറ്റേണ്ടത്. എനിക്ക് മെമ്മറി കപ്പാസിറ്റി ഇല്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, അയ്യോ അവൻ ഭയങ്കര ബുദ്ധിജീവിയാണെന്നേ. അതുകൊണ്ടല്ല, അവൻ അവൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്, എൻ്റെ ഏജിൽ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവൻ്റെ മനസ്സിൽ ആ തോട്ടുള്ളത് കൊണ്ടാണ് അവന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ പുസ്തകം എടുക്കുന്നതിന് മുമ്പ് മാത്സ് ടീച്ചർ വരുമ്പോഴേ ദൈവമേ മാത്സ് ടീച്ചർ വന്നു എന്ന് പറഞ്ഞാലിരിക്കുന്നത് അല്ലേ? അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞിരുന്ന എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിലുള്ളൂ എന്ന് നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിരിക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളെന്ന് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിനോടത് പറഞ്ഞ് പഠിപ്പിക്കണം. അതിനുശേഷം എന്നിട്ടും നിങ്ങളിങ്ങനെ മനസ്സിലേക്ക് ഈ അഫർമേഷനൊക്കെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇത്രയും ഫാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല? അതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ അതിലേക്ക് മനസ്സിലാക്കി പഠിക്കുന്നില്ല. ഒരു അധ്യാപകൻ വരുമ്പോൾ ഒരു മാത്സിൻ്റെ കാര്യം, ഒരു മാത്സ് ട്യൂഷൻ്റെ കാര്യം പറയാം, ഒരു 4-5 സ്റ്റെപ്പുള്ള ഒരു കണക്ക്, രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, അതെന്താ അങ്ങനെ വന്നേ, ഇതെന്താ ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞ് ആലോചിക്കും. പക്ഷേ ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഇടയ്ക്ക് ചോദിക്കേണ്ടതായിരിക്കും, മനസ്സിലായോ? അപ്പം മനസ്സിലായ കുട്ടികൾ മനസ്സിലായെന്ന് പറയും, പക്ഷെ മനസ്സിലാകാത്തവരോ മിണ്ടത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ സ്റ്റക്കായിട്ട് കിടക്കും. പക്ഷെ ടീച്ചർ 3-4 സ്റ്റെപ്പ് കഴിഞ്ഞ് ആൻസറിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോഴും രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, എപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുന്നു, മിസ് അല്ലെങ്കിൽ സാറ് എനിക്ക് മനസ്സിലായില്ല, അത് അവിടെ തൊട്ടൊന്നുകൂടെ പറയാം, ഇതെങ്ങനെയാണ് കിട്ടിയതെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ച് ആ ടീച്ചറെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിങ് ആ ടീച്ചർ പോകുന്ന സ്പീഡുമായിട്ട് വരത്തില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? മനസ്സിലാക്കി പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ അത് നിവാരണം നടത്തി തന്നെ പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കും. രണ്ടാമത് റോഡ് ലേണിംഗ് എന്ന് പറയുന്ന കാര്യം, കാണാതെ പഠിക്കുക. കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ കാണാതെ പഠിക്കുക, അത് നിങ്ങളെ ഒരു കാരണവശാലും സഹായിക്കത്തില്ല. മനസ്സിലാക്കി പഠിക്കുക, മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ മെമ്മറി മാപ്പുകളൊക്കെ ഉണ്ടാക്കി വെക്കുക. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മാപ്പുകളൊക്കെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് ഓർമ്മ വരും. ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷനാണ്. റീഡ് അഗൈൻ പിന്നെയും വായിക്കുക എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ, ഞായറാഴ്ചകളിൽ, അത് 5-10 പ്രാവശ്യം ഒന്നും വായിക്കേണ്ട. ഒരു പ്രാവശ്യം പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിച്ചാൽ മതി. ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ സമയം കിട്ടുമ്പോൾ പെട്ടെന്നൊന്ന് വായിച്ചു വിട്ടാൽ മതി. പിന്നീട് നിങ്ങൾക്ക് ഒരു 3-4 വട്ടം റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും അത് മറക്കത്തില്ല. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ സ്നേഹിക്കുക. ഒരു അധ്യാപകനോട് ദേഷ്യമാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വിഷയം ഒരുപക്ഷെ പഠിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അവരോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങൾ ഒരു നിഷേധ മനോഭാവത്തോടെ ക്ലാസ്സിലിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്കത് മനസ്സിലാക്കാനും അത്രത്തോളം നിങ്ങൾക്ക് ഇൻവോൾവ് ആകാനും സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അധ്യാപകനെ സ്നേഹിക്കുക, ആ സബ്ജക്റ്റിനെ സ്നേഹിക്കുക, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മെമ്മറി ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ പിൻപന്തിയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക. അല്ലെ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ലത് വരുത്തണേ, എൻ്റെ അധ്യാപകർക്ക് നല്ല കാര്യങ്ങളുടെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കണേ, എനിക്ക് പഠിക്കുവാനുള്ള ബുദ്ധി തന്നതിന് നന്ദി, ഇന്നലെ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, അതിന് നന്ദി, ഇനിയും ഞാൻ പരീക്ഷ നന്നായിട്ട് എഴുതും, അതിന് നന്ദി. അങ്ങനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് സ്നേഹമുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഹോബീസൊക്കെ തന്നെ മറന്നു പോകാതെ നിങ്ങളുടെ ഹോബീസ് കണ്ടുപിടിക്കുക, അതിനുവേണ്ട സമയം കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾ കളിക്കാനൊക്കെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ കളിക്കാനൊക്കെ പോകണം. മൊബൈലിൽ കളിക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ പോകണം കേട്ടോ. എല്ലാ ദിവസവുമായിട്ട് ഒരു 1 മണിക്കൂറൊക്കെ കളിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. സുഹൃത്തുക്കളൊക്കെ കൂട്ടി അതിനുശേഷം വന്നിരുന്ന് പഠിക്കണം. നിങ്ങൾ പഠിക്കാതെ കളിക്കാനായിട്ട് മാത്രം പോകുന്നതുകൊണ്ടാണ് ചിലപ്പോൾ പേരൻസ് വഴക്ക് പറയുന്നത്. പക്ഷേ നിങ്ങൾ 1 മണിക്കൂർ കളിച്ചിട്ട് വന്നിട്ട് അതുപോലെ നിങ്ങൾ വൃത്തിയായി
കുളിക്കുന്നെങ്കിൽ കുളിച്ചിട്ട് പിന്നെന്താ ചെയ്യുക, പ്രാർത്ഥിച്ചിട്ട് ഇരുന്ന് പഠിക്കണം. അപ്പോൾ വീട്ടുകാർ നിങ്ങളെ ഒരു കാരണവശാലും വഴക്ക് പറയത്തില്ല. നിങ്ങൾ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്തു തരും. അവർ സ്നേഹിക്കുകയും കൂടുതൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്യും. ഓക്കെ, അപ്പം നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു തരിക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ അനുഗ്രഹത്തോടുകൂടി നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.